അത് ആദ്യമായിട്ട് പറഞ്ഞത് ഇപ്പോഴത്തെ ന്യൂസില്. കാരണം ഇന്ന് വരെ അതാരും പറഞ്ഞിട്ടില്ല. അതിലെ രസം അതല്ല, ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോ വാനോളം പുഴത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് ഓർമ്മയുണ്ടാവില്ല, കുറച്ച് 7-8 വർഷങ്ങളായില്ലേ. അത് കഴിഞ്ഞ് ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഓൺലൈൻ പത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെല്ലാന്ന് ഏറ്റിരുന്നതാണ്. എന്തോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല ഒരു സിറ്റുവേഷനിൽ. അത് എനിക്ക് കുറ്റബോധമുണ്ട്, തെറ്റാണ്. അതിനുശേഷമാണ് പുള്ളി എന്നെ കുറിച്ച് നെഗറ്റീവുകളൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പൊ ഈ നെഗറ്റീവ് ഇടുന്ന ആളെ ഒന്ന് എതിർക്കാൻ ശ്രമിച്ചില്ലേ, അല്ലെങ്കിൽ അത് അയാളെ വിളിച്ച് സംസാരിച്ചതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പൊ ആൾക്കുള്ള മറുപടി കൊടുത്ത് തന്നെ നോക്കിയാൽ ഒരു സ്ഥലത്തും ചൂടാവുകയോ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വളരെ ശാന്തമായിട്ട് ഓരോന്നിനും മറുപടി കൊടുക്കുകയാണ് ഉണ്ടായത്. സ്നേഹം കൊണ്ട് കീഴടക്കലാണ്. എന്നിട്ടും ഇത്ര വർഷമായിട്ട് ഞാൻ ഓടുകയല്ല നടക്കുകയായിരുന്നു എന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ലാസ്റ്റ് നടക്കുകയായിരുന്നു, നടന്നിട്ടുമില്ല, വണ്ടി കയറി പോയെന്നൊക്കെ പറഞ്ഞത്. കാരണം അതൊക്കെ പറയുന്നത് ആൾക്ക് ഓർമ്മയില്ലാണ്ടാണോ പഠിക്കാണ്ടാണോ എന്ന് അറിയില്ല. ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ്? അല്ല, അതിലൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ ഓടുക എന്ന് പറയുമ്പോൾ ദിവസേന ഓടുകയാണ് ഞാൻ. അപ്പൊ ഈ ബോംബെ മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡാണല്ലോ ഇത്. ഡെയിലി ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ ഡെയിലി എന്നെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഷൂല് ചിപ്പ് വെച്ചിട്ട് ഓടണേ, ഫുൾ ടൈം ക്യാമറ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഓടുന്നത്. അല്ലാണ്ട് ഈ വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് അല്ലെങ്കിൽ ഇന്ത്യ റെക്കോർഡ്, ഇങ്ങനെ ഒത്തിരി റെക്കോർഡ് തരാൻ അവർ പൊട്ടന്മാരല്ലല്ലോ. അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ന്യൂസ് പറയുമ്പോ അങ്ങോട്ട് ചറപറ എന്ന് പറയുമ്പോ മോശമായിട്ടാണ് ഉദ്ദേശിച്ചത്, ഒരാളെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നല്ലത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആരാണെന്ന് എന്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പോ എന്താണ് മനസാക്ഷി ആൻസർ തരാറുള്ളത്? പൊതുവെ വലിയ കുഴപ്പമില്ലാതെ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ജീവിക്കുന്ന ഒരാളാണ്. ഒരാളെ ഇന്ന് വരെ പറ്റിച്ചിട്ടില്ല. പൈസ കൊടുക്കാണെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും, വാക്ക് പാലിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൊലപാതകമോ ഭീകരപ്രവർത്തനമോ ബലാത്സംഗമോ എന്താ പറയാ, ഈ വക ഒരു പരിപാടിക്കും നമ്മൾ പോയിട്ടില്ല. നമ്മള് ആൾക്കാർക്ക് എടുത്ത് പറയാനുള്ളത് 2 അടിക്കും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ അതെന്റെ പേഴ്സണൽ കാര്യം, ഞാൻ തന്നെ തുറന്നു പറയുന്ന കാര്യങ്ങളാണ്. സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും കൂടുതൽ സ്ത്രീകളാണെന്നുള്ളതാണ് മറ്റൊരു വലിയ അല്ല, അങ്ങനെയല്ല കേട്ടോ. ഈ 70 ലക്ഷം ഫാൻസില് ഒരു 20 ലക്ഷത്തോളം സ്ത്രീകളാണ്, ബാക്കിയൊക്കെ ആണുങ്ങളാണ്. എന്തായാലും അപ്പൊ ഈ സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കുന്ന അതിലെല്ലാവരും ഉണ്ടല്ലോ. പല 1-ാം ക്ലാസ് തൊട്ടിട്ട് 90 വയസ്സായ അമ്മൂമ്മമാര് വരെ ഉണ്ട് എന്റെ ആരാധകരിൽ. കാരണം ചിലവര് ചാരിറ്റിക്കാരനായിരിക്കും, ചിലവര് സ്പോർട്സ്, ചിലവര് ബിസിനസ്, ചിലവർ ഈ തമാശ, തഗ്, മോട്ടിവേഷൻ, എന്റർടൈൻമെന്റ്, അങ്ങനെയൊക്കെ പല ആംഗിളുകളിലുള്ള ആരാധകരാണ് നമുക്ക്. പക്ഷെ ഈ ട്രോളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതെ, മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത്? കുറച്ചൊക്കെ മനഃപൂർവ്വമാണ്.